ഹായ് ഫ്രണ്ട്സ്, ഫുട്ട് ഓപ്പറേറ്റഡ് ഫ്ലഷ് ആണ് ഞാനിപ്പം കാണിക്കുന്നത്. പൊതുവേ നമ്മുടെ രണ്ട് ടൈപ്പ് ഓഫ് ഫ്ലഷസ് ആണ്. ഒന്ന് സൈഡ് ഞെക്കാവുന്ന ഫ്ലഷും ഒന്ന് ടോപ്പ് ഞെക്കാവുന്ന ഫ്ലഷും. അപ്പോൾ അതിനെ ഞാനിപ്പോൾ ഒരു പെഡലിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത് സ്പ്രിങ് വെച്ചിട്ട് ഞാനായിട്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന പെഡലാണ്. ഇതിൽ നിന്നൊരു വയർ നമ്മൾ ഇതിൻ്റെ അകത്തെ ഇൻറ്റേർണൽ മെക്കാനിസത്തിലേക്ക് നമ്മൾ കണക്ട് ചെയ്തതാണ്. ഞാനിപ്പോൾ ചവിട്ടി കാണിച്ചു തരാം. ഇങ്ങനെയാണ് അത് ഓപ്പറേഷണൽ ആകുന്നത്. ഇതിൻ്റെ മെക്കാനിസം എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്നും ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ ഫ്ലഷ് സൈഫൺ അല്ലെങ്കിൽ ഫ്ലഷ് കണക്ഷൻ എന്ന് പറയുന്ന സാധനം. നമ്മൾ ഇതിലേക്ക് പല പാർട്സ് ഉണ്ട്. മേളിലാണ് നമ്മൾ ഞെക്കുന്ന ഇത്. അപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം. ഒന്ന് മറ്റേ യൂറിനലിന് വേണ്ടിയുള്ളതും ഒന്നും അല്ലാത്ത മറ്റേ മെയിൻ ഫ്ലഷിന് വേണ്ടിയുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ പാർട്സാണ് ഞാനിപ്പോൾ അഴിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ മേളിലത്തെ ടോപ്പ് ഞാൻ അഴിക്കുന്നു. അത് അഴിച്ചതിന് ശേഷമാണ് നമുക്ക് ഈ താഴെ കാണുന്ന ഈ കണക്ടർ ഉണ്ടോ, ഇതിലാണ് മെയിൻ ലിവർ കൺട്രോൾ. എന്ന് വെച്ചാൽ ആ പൈപ്പ് നേരെ ഇറങ്ങി വന്ന് ഇതേ ടച്ച് ചെയ്തിട്ടാണ് ബേസിക്കലി ഫ്ലഷ് ആകുന്നത്. അപ്പം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിലേക്കാണ് നമ്മൾ നമ്മുടെ വയർ കണക്ഷൻ കൊടുക്കാൻ പോകുന്നത്. ദേ കണ്ടോ, ഈ ഭാഗത്തേക്കാണ് നമ്മൾ നമ്മുടെ വയർ കണക്ഷൻ കൊടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു സ്ട്രിങ് കെട്ടുന്നു, അല്ലെങ്കിൽ ഒരു വയറോ എന്തെങ്കിലും നീളമുള്ള കേബിൾ ആണെങ്കിലും നമുക്ക് കൊടുക്കാം. അത് സ്ട്രോങ് ആയിരിക്കണമെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് നമ്മൾ ചവിട്ടുന്ന പ്രഷറിൽ അത് ഇളകി പോകും. ഇത് ഇത്രയും സിമ്പിളാണ്. നമുക്കും നമ്മുടെ വീട്ടിൽ ട്രൈ ചെയ്യാവുന്നത്. അപ്പോൾ കോൺടാക്ട്ലെസ് ആയി പോവും. നമുക്ക് എഫിഷ്യൻ്റായിട്ട് നമുക്ക് കോൺടാക്ട്ലെസ് ആയിട്ടാണല്ലോ നമ്മൾ ഈ പറഞ്ഞ പബ്ലിക് യൂസ് ചെയ്യുന്ന പല സ്ഥലത്തും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതാകുമ്പോൾ നമ്മൾ വേറെ ഒന്നും മാറ്റേണ്ടി വരത്തില്ല. ഇതേ കണ്ടോ, ഇതിൻ്റെ മൂവ്മെൻറ്റ് കണ്ടോ, ഇതാണ് നമ്മൾ ഓവറോൾ ഉദ്ദേശിക്കുന്ന. ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇത് നേരെ എടുത്ത് ഒരു പെഡലിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യും. താങ്ക് യു.